നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടിയും വിവാദങ്ങളുടെ നായികയുമായ ലീന മരിയ പോളിന്റെ ബ്യൂട്ടി പാർലറിന് നേരെ നടന്ന വെടിവയ്പിൽ നൽകിയത് 30,000 രൂപ. 1 കോടി രൂപയുടെ കൊട്ടേഷന് രവി പൂജാരി നൽകിയത് വെറും 30,000 രൂപയാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൃത്യം പൂർണ്ണമായി നിർവഹിക്കാതിരുന്നത് കൊണ്ടാണ് 30,000 മാത്രം നൽകിയത്. രവി പൂജാരിയുമായി ബന്ധമുള്ള കാസർഗോഡ് സംഘമാണ് കൊട്ടേഷൻ നൽകിയത്. നടി ലീന മരിയ പോളിന്റെ ഉടമസ്ഥതയിലുള്ള കൊച്ചിയിലെ ബ്യൂട്ടി പാർലറിനുള്ളിൽ കയറി വെടിയുതിർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതായിരുന്നു പ്രതികൾക്ക് നൽകിയിരുന്ന കൊട്ടേഷൻ. എന്നാൽ പാർലറിനുള്ളിലേക്ക് കടക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. അതിനാൽ കൊട്ടേഷൻ തുകയിലും കുറവ് വരുത്തുകയായിരുന്നു. എറണാകുളം സ്വദേശികളായ ബിലാൽ, വിപിൻ എന്നിവരാണ് പിടിയിലായത്. ആക്രമണം നടത്തിയതിനു ശേഷം ഇരുവരും പലതവണ കാസർഗോഡ് പോയിരുന്നു. ഇവർക്കെതിരെ നേരത്തെയും കേസുകൾ ഉണ്ടായിരുന്നുവെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നു. കൊല്ലം സ്വദേശിയായ ഡോക്ടർക്കും ആസൂത്രണത്തിൽ പങ്കുണ്ട്. പിടിയിലായവരിൽ നിന്ന് കൃത്യത്തിന് ഉപയോഗിച്ച തോക്കും കണ്ടെടുത്തിട്ടുണ്ട്. പിടിയിലായവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. കഴിഞ്ഞ ഡിസംബർ 15-നാണ് കൊച്ചി കടവന്ത്രയിലെ ലീന മരിയ പോളിന്റെ ഉടമസ്ഥതയിലുള്ള ബ്യൂട്ടി പാർലറിന് നേരെ ബൈക്കിലെത്തിയവർ വെടിവെച്ചത്. പിന്നാലെ താനാണ് കൃത്യത്തിന് പിന്നിലെന്ന് അവകാശപ്പെട്ട രവി പൂജാരി രംഗത്ത് വന്നിരുന്നു. നടി ലീന മരിയ പോളിൽ നിന്ന് 25 കോടി രൂപ തട്ടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രവി പൂജാരി ഭീഷണിപ്പെടുത്തിയതെന്നും അത് നടക്കാതെ വന്നതോടെയാണ് വെടിയുതിർത്തതെന്നുമാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കൊച്ചി അധോലോക നായകരുമായുള്ള നടിയുടെ ബന്ധത്തിൽ കൊച്ചി തന്നെ ഞെട്ടിയിരുന്നു. നടി ലീന മരിയ പോൾ സിനി ആർട്ടിസ്റ്റ് ആണെങ്കിലും അധോലോക ബന്ധത്തിലും മറ്റും മുന്നിൽ തന്നെയുണ്ട്. ചെന്നൈ കാനറ ബാങ്കിൽ നിന്നും 19 കോടി രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയാണ് ഇവർ. മുംബൈ അധോലോക നേതാവ് രവി പൂജാരിയുടെ പേരിലായിരുന്നു പട്ടാപ്പകൽ നഗരത്തിലെ ബ്യൂട്ടി സലൂണിലേക്ക് വെടിയുതിർത്തത്. കൃത്യം നടത്തുന്നതിന് മുൻപ് ബിലാലും വിപിനും ഭീഷണി സന്ദേശങ്ങൾ അയച്ചത് അധോലോക കുറ്റവാളി രവി പൂജാരിയുടെ പേരിലായിരുന്നു. ഇതാണ് കേസ് രവി പൂജാരിയിലേക്ക് എത്തിച്ചത്. സിനിമാ താരം ലീന മരിയയുടെ ബ്യൂട്ടി സലൂൺ വെടിവയ്പിലൂടെ വീണ്ടും വാർത്തയിൽ നിറയുകയായിരുന്നു മുംബൈ അധോലോക കുറ്റവാളി ഛോട്ടാ രാജന്റെ ഈ സന്തത സഹചാരി. അതായത് കൊച്ചിയിലെ അധോലോകം മുംബൈക്കും അപ്പുറത്ത് പാകിസ്ഥാനിലേക്കുമൊക്കെ നീളുന്ന രഹസ്യങ്ങളുടെ കണ്ണുകളാകുന്നുവെന്നും ഭയപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.